ഹലോ, നമുക്കിന്നൊരു ഗ്രോസറി ഷോപ്പിങ്ങിന് പോയാലോ? ഇത് പ്രോക്സിയാണ്. നമ്മളെല്ലാ നെയ്ബർഹുഡിലും ഉണ്ടാകുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ചെയിനാണ് പ്രോക്സി. അപ്പോൾ ദാ എൻ്റെ ഷോപ്പിംഗ് കാർട്ട് ഞാൻ പുറത്ത് വെച്ചു. അതുണ്ടാവും, നല്ല സുഖമാണ്. നമുക്കിങ്ങനെ ഉരുട്ടി കൊണ്ടുപോകും. കാരണം കുറേ വെയിറ്റുള്ള സാധനമൊക്കെ ആകുമ്പോൾ കയ്യിൽ പൊക്കി പിടിച്ചെടുക്കണ്ടല്ലോ. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ ആദ്യം തന്നെ ഫ്രൂട്ട്സിൻ്റെ സെഷനിലാണ് വന്നത്. ഈ ഫ്രൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് ഫിഗാണ്. ഫിഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രൈ ഫിഗ് അല്ലേ പൊതുവെ കഴിക്കുക, അത്തിപ്പയം. പക്ഷേ ഇവിടെ ഇങ്ങനെ ഫ്രൂട്ടായിട്ടുണ്ടാവും. പിന്നെ നമ്മളിങ്ങനെ ഓരോ സാധനം നോക്കി ഇങ്ങനത്തെ ബാസ്ക്കറ്റിൽ വെച്ചതൊക്കെ ഇവിടുത്തെ ഓർഗാനിക് പ്രോഡക്റ്റ്സ് ആയിരിക്കും. അങ്ങനെ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സാലഡ് ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ നമുക്ക് സൗകര്യത്തിന് ഗ്രേറ്റഡ് ക്യാരറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല സുഖമാണ്. പിന്നെ ഇപ്പം ഹാലോവീൻ സീസണാണ്. അപ്പോൾ ഒബ്വിയസ്ലി എല്ലായിടത്തും പംകിൻ നമുക്കിങ്ങനെ മെയിനായിട്ട് കാണാൻ പറ്റും. പിന്നെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ തേങ്ങ ഇവിടെ. പക്ഷെ തേങ്ങ വാങ്ങിച്ചിട്ട് കാര്യമില്ല, പൊട്ടിക്കാനും ഉരിക്കാനൊന്നും സാധനം നമ്മളെ കയ്യിലില്ലല്ലോ. പിന്നെ ഇങ്ങനത്തെ ഇവിടെ പാക്കേജിങ്ങിനുള്ള കാര്യമാണ്. ABCD എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. A എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ്, പിന്നെ CD അങ്ങനെ പോവും. പിന്നെ ആണെങ്കിൽ കപ്പ, നല്ല ഗ്ലൈസിങ് ഉള്ളൊരു കപ്പ. പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിൽ സാധനം എല്ലാം കിട്ടില്ല, പച്ചക്കറികളൊന്നും ഇവിടെ കിട്ടില്ല കേട്ടോ. ഇങ്ങനത്തെ നമ്മൾ ഇന്ത്യൻ സ്റ്റോറിൽ തന്നെ പോകണം. പച്ചമുളക്, അതുപോലെ തന്നെ നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന പച്ചക്കറി അതൊന്നും ഇവിടെ കിട്ടില്ല. പിന്നെ ഇവിടെ ബ്രെഡ് ഇങ്ങനെ ഉണ്ടാവും. നമ്മൾ ഇങ്ങനെ ഫുള്ളായിട്ട് ഈ ഒരു മെഷീനിൽ ഇട്ട് കൊടുത്താൽ അത് നമുക്ക് കട്ട് ചെയ്ത് വരും. പിന്നെ ബേക്ക് ചെയ്ത ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഇവിടെ കിട്ടും. ഇവിടുത്തെ ഭയങ്കര ടേസ്റ്റാണ്. ഈ ഒരു കേക്ക് ആണെങ്കിലും ബേക്ക് ചെയ്ത കാര്യങ്ങളും ഡോണറ്റിനൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ട് ഇവിടെ നിന്നുള്ളപ്പം. പിന്നെ ഇങ്ങനത്തെ പാക്കേജ് ചെയ്ത ഫുഡ് ഐറ്റംസ് കുറേ ഉണ്ടാവും. പക്ഷെ നമ്മൾ സൂക്ഷിക്കണം, കാരണം ഈ ഇൻഗ്രീഡിയൻസ് നോക്കണം. നമുക്ക് പറ്റാത്ത ഇൻഗ്രീഡിയൻസ്, ഇപ്പം നമുക്കാണെങ്കിൽ പോർക്കൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് വേണം വാങ്ങാനായിട്ട്. പിന്നെ ഇതും ഹാലോവീൻ റിലേറ്റഡ് കുറേ സാധനങ്ങളുണ്ടായി കേട്ടോ ഇപ്രാവശ്യം പോയപ്പോൾ. പിന്നെ നമുക്ക് ഡയറ്റിലും കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഹൈ പ്രോട്ടീൻ ഫുഡൊക്കെ നല്ല ഫുഡ് ഇവിടെ കിട്ടും കേട്ടോ. പുറത്തുനിന്ന് വാങ്ങി കഴിക്കുകയാണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ കട്ട് ചെയ്ത ബ്രെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നമ്മളെ നോർമൽ ബ്രെഡ്. പക്ഷേ ഇവിടുത്തെ ബ്രെഡ് നമ്മളെ പോലെ മധുരം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഫുള്ള് കാണിക്കാൻ നേരമില്ല ഇന്ന്. ഇങ്ങനെ ഹലാലിനുള്ള ചിക്കൻ നമുക്ക് ഓപ്ഷൻ ഉണ്ട്, പക്ഷേ മറ്റേ ചിക്കനേക്കാളും പൈസ കൂടുതലാണ്. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോകും. ഞാൻ പറഞ്ഞില്ല, അത് ഉരുട്ടി പോകാൻ നല്ല സുഖമാണ് വെയിറ്റ് എത്ര ഉണ്ടെങ്കിലും. അപ്പോൾ ശരി, ഞാനൊരു ഡോണട്ടൊക്കെ എൻജോയ് ചെയ്ത് പോട്ടെ. ബൈ.